ഇസ്രയേലുമായി ചേർന്നിട്ടുള്ള യുദ്ധം, ഇറാന് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമം, ലോക ജനതയ്ക്ക് നേരെയുള്ള കടന്നാക്രമം എല്ലാം ചേർന്ന് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഓരോരുത്തരുടെയും ജീവിതത്തെ ബാധിച്ചു തുടങ്ങിയിരിക്കും. എല്ലാ വീടുകളിലും അത് ബാധകമായിരിക്കുകയാണ്, വിലക്കയറ്റ് ഉൾപ്പെടെയുള്ളത്. അപ്പോഴാണ് ഇന്ന് രാവിലെ വാർത്ത കാണുന്നത് 900-ലധികം രൂപ ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഗ്യാസ് സിലിണ്ടറിന്റെ പ്രശ്നം നമ്മൾ 1993 രൂപയും. അപ്പോൾ അത് ജനങ്ങൾക്ക് നേരെയുള്ള ഒരു കടന്നാക്രമമാണ്, യുദ്ധത്തിന്റെ ഒരു രീതിയാണ്. ലോകം മുഴുവൻ അത് ബാധിച്ചിരിക്കുകയാണ്. വളരെ ഫലപ്രദമായ രീതിയിൽ അതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യ ഗവൺമെന്റിന് സാധിക്കുന്നില്ല എന്നുള്ളതും, അതുപോലെ തന്നെ ഈ കുത്തക മുതലാളിമാർക്ക് കൂടുതൽ സൗകര്യം ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇക്കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. അതിനെതിരായ ശക്തിയായ പ്രതിഷേധം രാജ്യത്ത് ഉയർന്നു വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഉടൻ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കൂടി കൂട്ടാൻ പോവുകയാണ്. ഇനിയും വില വർദ്ധിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതാണ്. അതിന് മറുപടി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കേന്ദ്രമന്ത്രിക്ക് മറുപടി ഒന്നും പറയുന്നില്ല. കേന്ദ്രമന്ത്രിക്ക് മറുപടി പറയാനില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാട് തന്നെ ഇതിന് അനുകൂലമാണ്. ഇതാ കാര്യം. എല്ലാ അർത്ഥത്തിലും വലിയ കുത്തകകളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് യുദ്ധത്തിന്റെ മറവിൽ അവർ ശക്തിയായ രീതിയിൽ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് എക്സിപ്പോളുകളിലെ ഏതെങ്കിലും കേന്ദ്രങ്ങൾ പ്രത്യേകമായി പ്രവർത്തിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് കരുതുമ്പോൾ എക്സിപ്പോളുകളൊക്കെ കാണുമ്പോഴേ ഏതെങ്കിലുമൊക്കെ കേന്ദ്രങ്ങൾ അല്ല, എല്ലാവരുടെയും ആത്മനിഷ്ഠ ഘടകം കൂടി ചേർത്തിട്ടാണ്. അതൊക്കെ UDF-ന് അനുകൂലമാണ്. ഞങ്ങൾ ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും ഭാഗം ഈ പറയുന്ന സർവേയുടെ ഭാഗമായിട്ടില്ല. അവിടെ ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു ഉത്കണ്ഠയില്ല. ഞങ്ങൾ ഉറപ്പായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മൂന്നാം ടേമിൽ അധികാരത്തിൽ വരും എന്ന കാര്യം ഉറപ്പായിട്ട് പറയാം. ഒന്നും വേണ്ടെന്നാ ഞാൻ പറയും. ഒന്നും ചെയ്യണ്ട. അയാൾ തോക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. തല മൊട്ടയടിക്കുകയും വേണ്ട. വേറെ ഒരു കാര്യവും ചെയ്യാം.